കൽക്കി 2898 എന്ന ബ്രഹ്മാണ്ഡ ചിത്രം ഇന്ത്യൻ സിനിമയെയും ബോക്സ് ഓഫീസിനെയും പിടിച്ചുരുക്കിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ റിലീസായതിനു ശേഷം ഇതിൽ വരുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള അശ്വത്ഥാത്മാവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി പലരും യൂട്യൂബ് തപ്പി ഇറങ്ങിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാഭാരതത്തിൽ അധികമാരും പറഞ്ഞു കേൾക്കാത്ത, എന്തിന് മഹാഭാരതം രചിച്ച വ്യാസമുനി പോലും മനഃപൂർവ്വമോ അല്ലാതെയോ പറയാൻ മാറ്റിവെച്ച ഒരു കഥ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആരായിരുന്നു മഹാഭാരത യുദ്ധത്തിലെ വിജയി? ധർമാധർമ്മങ്ങളുടെ പോരാട്ടമെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ മഹാഭാരതം ധർമാധർമ്മങ്ങളുടെ പോരാട്ടം തന്നെ ആയിരുന്നു. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കുടിപ്പകയുടെ കഥയാണ് മഹാഭാരതം. ഒരു തരത്തിൽ പറഞ്ഞാൽ കുരുവംശത്തിലെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജകുമാരന്മാരുടെ പരസ്പരമുള്ള പോർവിളിയുടെയും യുദ്ധത്തിൻ്റെയും കഥ. എന്നാൽ ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ആരാണ്? പാണ്ഡവരാണോ അതോ കൗരവരാണോ? അതോ ഇവരെ കൂടാതെ മറ്റൊരാൾ ഇതിൻ്റെ വിജയിയായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാൾ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. പാണ്ഡവരും കൗരവരും ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഈ യുദ്ധം വിജയിച്ചത് ആരാണ്? എല്ലാ മാന്യപ്രേക്ഷകർക്കും ഡ്രീമിംഗ് മിറേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ ഒരിക്കലും അശ്വത്ഥാത്മാവിനെ കുറിച്ചുള്ളതല്ല. അദ്ദേഹത്തെക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രത്തെക്കുറിച്ചാണ്. ആ കഥാപാത്രമാണ് മഹാഭാരതത്തിലെ ഒരു വിജയി. അത് മറ്റാരുമല്ല, ദുര്യോധന മാതുലനായിട്ടുള്ള ഗാന്ധാരരാജൻ ശകുനിയാണ് ആ വിജയി. നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ഞെട്ടിയിരിക്കാം, എന്നാൽ അതാണ് വസ്തുത. മഹാഭാരത കഥയിലെ യഥാർത്ഥ നായകനും വില്ലനുമെല്ലാം ശകുനിയാണ്. ആ കഥ ഇങ്ങനെയാണ്. ശകുനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചതിയൻ എന്നാണ്. എന്നാൽ ഇത് വെറും ഒരു തെറ്റിദ്ധാരണയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. മാത്രമല്ല, സിനിമകളിലും സീരിയലുകളിലുമെല്ലാം ശകുനിയെ ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. ശകുനിയെ ഒരു ഭീരുവായും മണ്ടനായും കോമാളിയുമായുമെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ വസ്തുത ഇതിനെല്ലാം വിപരീതമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ശകുനിയുടെ കരളലിയിപ്പിക്കുന്ന കഥയിലേക്ക് കടക്കാം. ഗാന്ധാരരാജനായിട്ടുള്ള സുബലന് 100 ആൺമക്കളും ഒരു പുത്രിയുമാണ് ഉണ്ടായിരുന്നത്. ആ പുത്രിയുടെ പേര് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിയും, ഗാന്ധാരി. ഈ 100 ആൺമക്കളിൽ ഏറ്റവും ഇളയവനും കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിസാമർഥ്യമുള്ളവനുമായിരുന്നു ശകുനി. കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായതുകൊണ്ട് തന്നെ ശകുനിയോട് ഗാന്ധാരരാജനും 99 സഹോദരന്മാർക്കും ഒരു പ്രത്യേക ഇഷ്ടവും വാത്സല്യവുമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളായ അവരെല്ലാവരും വളർന്നു വലുതായി. ഗാന്ധാരിക്ക് വിവാഹപ്രായമെത്തി. ആ ഇടയ്ക്കാണ് ഗാന്ധാരിക്കൊരു വിവാഹാലോചന വരുന്നത്. ആ ആലോചന വരുന്നത് മറ്റെവിടെ നിന്നുമല്ല, ഹസ്തിനാപുരത്തിൽ നിന്നുമാണ്. ആ ആലോചന കൊണ്ടുവന്നതാകട്ടെ മഹാമായനായിട്ടുള്ള ഭീഷ്മർ. ഹസ്തിനാപുരിയുടെ കിരീടം വയ്ക്കാത്ത രാജാവാണ് ഭീഷ്മർ. ആർക്കും എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാത്തത്ര ശക്തൻ. അന്ന് ആ ലോകത്തുള്ള ആർക്കും തന്നെ ഭീഷ്മരുടെ മുമ്പിൽ പോര് വിളിക്കാനോ യുദ്ധം ചെയ്ത് ജയിക്കാനോ സാധിക്കുമായിരുന്നില്ല. ആ ഭീഷ്മരാണ് ഇപ്പോൾ കല്യാണാലോചനയുമായി ഗാന്ധാരദേശത്തേക്ക് വന്നിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ മറ്റൊരു പ്രതീകമായെല്ലാം വാഴ്ത്തപ്പെടുന്ന ഭീഷ്മരുടെ മറ്റൊരു മുഖം ഇവിടെ നിന്ന് നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. അങ്ങനെ ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ഭീഷ്മർ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ഗാന്ധാരരാജനും ഗാന്ധാരിയുടെ 100 സഹോദരന്മാരും ആകെ അതീവ ദുഃഖിതരായി. കാരണം തങ്ങളുടെ രാജ്യത്തിൻ്റെ ഐശ്വര്യമായിട്ടുള്ള തങ്ങളുടെ സഹോദരിയെ, തങ്ങളുടെ പുത്രിയെ ഒരു അന്ധനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിനെപ്പറ്റി അവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്താൽ തന്നെ അവളുടെ ഭാവി എന്തായിരിക്കുമെന്നതിൻ്റെ ആശങ്ക അവരിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. പോരാത്തതിന് അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് ഒരിക്കലും രാജ്യഭാരം കൈയാളാൻ കഴിയില്ല എന്ന് കൃത്യമായി ഗാന്ധാരരാജനും മനസ്സിലാക്കിയിരുന്നിരിക്കണം. എങ്കിലും ഭീഷ്മർ ഒരു കാര്യം വന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കാൻ കഴിയില്ലല്ലോ. ഭീഷ്മരെ എതിർത്താൽ എതിർക്കുന്നവൻ്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ലെന്ന യാഥാർത്ഥ്യം ഗാന്ധാരരാജനും കൃത്യമായിട്ട് അറിയാമായിരുന്നു. മാത്രമല്ല, ഭീഷ്മർ കൊണ്ടുവന്ന ഈ കല്യാണാലോചന എങ്ങാനും നിരസിച്ചാൽ അദ്ദേഹം പോയിട്ട് വലിയ സൈന്യവുമായി തിരികെ എത്തും. ഗാന്ധാരരാജ്യത്തെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തും. രാജ്യത്തെ മുച്ചൂടും മുടിപ്പിക്കും. രാജ്യം പിന്നീട് ഒരു ശവക്കൂന മാത്രമായി മാറും. ഇതറിയാവുന്നത് കൊണ്ട് തന്നെ ഭീഷ്മരോടുള്ള ഭയത്താൽ മനസ്സില്ലാ മനസ്സോടെ ഈ വിവാഹത്തിന് ഗാന്ധാരരാജൻ സമ്മതം മൂളി.
യഥാർത്ഥത്തിൽ ഇവിടെ നിന്നുമായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഉപദേശം തേടുന്നതിനായി ഗാന്ധാരരാജൻ സുബലൻ കൊട്ടാരൻ ജ്യോത്സ്യനെ പോയി കണ്ടു. എന്നാൽ കൊട്ടാരൻ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഗാന്ധാരരാജൻ്റെ ഉള്ള മനസമാധാനം കൂടെ പോയി കിട്ടും. കൊട്ടാരൻ ജ്യോത്സ്യൻ പറഞ്ഞത് ഇപ്രകാരമാണ്: താങ്കളുടെ ഒരേ ഒരു മകളെ താങ്കൾ ഒരു അന്ധനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും താങ്കളുടെ മരണശേഷം താങ്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയില്ല. ഗതി കിട്ടാതെ നിങ്ങളുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഇത് കേട്ട് ഇരിക്കപ്പുറത്ത് നഷ്ടപ്പെട്ട ഗാന്ധാരരാജൻ ഇതിനുള്ള പരിഹാര മാർഗം എന്താണെന്ന് ജ്യോത്സ്യനോട് തന്നെ ചോദിച്ചു. ജ്യോത്സ്യൻ അതിനുള്ള പരിഹാര മാർഗം മുമ്പേ തന്നെ കണ്ടെത്തിയിരുന്നു. പരിഹാര മാർഗം ഇതാണ്: ഗാന്ധാരിയെ ആദ്യം ഒരു ആടിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക. അതിനുശേഷം ആടിനെ ബലി നൽകുക. അതോടുകൂടി ആ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചൊവ്വാദോഷം മാറിക്കിട്ടുന്നതിന് വേണ്ടി വാഴക്കല്യാണമൊക്കെ നടത്തുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. കുറേയൊക്കെ കാലം മാറുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നെങ്കിലും രഹസ്യമായും പരസ്യമായും ഇപ്പോഴും പലയിടത്തും ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും പുറത്ത് മറ്റാരും അറിയാതിരിക്കാൻ, പ്രത്യേകിച്ച് ഭീഷ്മരോ ധൃതരാഷ്ട്രമോ ഒന്നും അറിയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. അങ്ങനെ ദോഷത്തിനുള്ള പരിഹാരങ്ങളും മറ്റും അവർ ചെയ്തു. അതിനുശേഷം ആടിനെ ബലി നൽകി. ശേഷം ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വിവാഹം കഴിച്ചു. കാലങ്ങൾ കുറച്ചു കഴിഞ്ഞു. ഗാന്ധാരിയെ ആടിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച കഥ അങ്ങാടിപ്പാട്ടായി. ധൃതരാഷ്ട്രരും ഭീഷ്മരുമടക്കം എല്ലാവരും കഥ മുഴുവൻ അറിഞ്ഞു. താൻ പറ്റിക്കപ്പെട്ടുവെന്ന് ധൃതരാഷ്ട്രർക്ക് തോന്നി. ഉടനെ തന്നെ ഗാന്ധാരവുമായി യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിച്ചതാകട്ടെ മഹാമയനായ ഭീഷ്മരും. ഭീഷ്മരുടെ മുമ്പിലുണ്ടോ ഗാന്ധാരരാജനും സൈന്യത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയുന്നു? അങ്ങനെ ഗാന്ധാരരാജനെയും അദ്ദേഹത്തിൻ്റെ 100 മക്കളെയും അവർ കാരാഗൃഹത്തിൽ അടച്ചു. ബന്ദികളാക്കപ്പെട്ട അവർക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളാണ്. ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായിട്ടുള്ള മഹാമയനായ ഭീഷ്മർ ഹസ്തിനപുരത്തിനു വേണ്ടിയും അദ്ദേഹത്തിൻ്റെ രാജാവിന് വേണ്ടിയും സകല അധർമ്മങ്ങൾക്കും കൂട്ടുനിന്നു. അവർ അവരെ കാരാഗൃഹത്തിൽ അടച്ചു. ശേഷം ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ അവർക്കും നൽകിയില്ല. 101 പേരെ ഒരേ അറയിൽ തന്നെ അവർ അടച്ചു. ശേഷം ഒരാൾക്ക് മാത്രമുള്ള ഭക്ഷണം അവർ അതിലേക്ക് ഇട്ടുകൊടുക്കുമായിരുന്നു. എല്ലാവർക്കും ജീവൻ നിലനിർത്താൻ പര്യാപ്തമായ ഭക്ഷണം അതിലുണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് ഭീഷ്മരും ധൃതരാഷ്ട്രവും അടക്കം എല്ലാവരും പ്രതീക്ഷിച്ചത് ഒന്നായിരുന്നു. അതായത് ഒരാൾക്ക് മാത്രമുള്ള ഭക്ഷണം നൽകുക. അപ്പോൾ ആ ഭക്ഷണത്തിന് വേണ്ടി അച്ഛനും മക്കളും തമ്മിൽ തല്ലും. ആ ഭക്ഷണത്തിൻ്റെ പൊതി കിട്ടുവാൻ വേണ്ടി സഹോദരങ്ങൾ പരസ്പരം തമ്മിലടിക്കും. അവർ അവിടെ കടന്ന് യുദ്ധം ചെയ്യും. അതിൽ വിജയിക്കുന്നവർക്ക് മാത്രം ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അച്ഛനും മക്കളും തമ്മിൽ തല്ലുന്നതും സഹോദരങ്ങൾ തമ്മിലടിക്കുന്നതും കണ്ട് രസിക്കാൻ, അവരുടെ ദൈന്യത കണ്ട് രസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഒരുക്കിയിരുന്നത്. എന്നാൽ ഗാന്ധാരരാജനും മക്കൾക്കും ഈ പദ്ധതി മനസ്സിലായി. എന്തായിരുന്നാലും തങ്ങളാരും ഇവിടുന്ന് ജീവനോടെ പുറത്തു കടക്കാൻ പോകുന്നില്ല. കാരണം ലഭിക്കുന്ന ഭക്ഷണം ജീവൻ നിലനിർത്താൻ എല്ലാവർക്കും പര്യാപ്തമായിരുന്നില്ല താനും. അതുകൊണ്ട് കിട്ടുന്ന ഭക്ഷണം തങ്ങളിൽ ഒരാൾ മാത്രം കഴിക്കുക. അങ്ങനെ അയാൾ മാത്രം ജീവനോടെ ഇവിടെ നിന്ന് പുറത്തു കടക്കുക. അതിനിടയിൽ തന്നെ തങ്ങളെല്ലാവരും മരിച്ചു വീഴുമെന്ന് അവർക്കറിയാമായിരുന്നു. ബാക്കി മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രതികാരം സമസ്ത കുരുവംശത്തോടും ആ ജീവനോടെ ബാക്കി നിൽക്കുന്ന ആ ഒരാൾ ചെയ്യണം. ആ ദൗത്യം താമസിയാതെ വന്നു ചേർന്നത് ശകുനിയിൽ തന്നെയാണ്. തൻ്റെ സഹോദരങ്ങളുടെ സ്നേഹഭാജനമായിരുന്ന ശകുനി ആ ദൗത്യം ഏറ്റെടുത്തു. അവരെല്ലാവരും ലഭിച്ച ഭക്ഷണപ്പൊതി ശകുനിക്ക് നേരെ വെച്ച് നീട്ടി. മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ശകുനി അത് സ്വീകരിച്ചു. അധികം വൈകാതെ തന്നെ ഗാന്ധാര രാജപുത്രന്മാർ ഓരോരുത്തരായി മരിച്ചു വീഴാൻ തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ദൈന്യതയാർന്ന മരണം ശകുനി നിസ്സഹായതയോടെ നോക്കി നിന്നു. പട്ടിണി മൂലം തൻ്റെ സ്നേഹഭാജനമായിട്ടുള്ള പിതാവും മരണമടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കടക്കണം, ശകുനി മനസ്സുറപ്പിച്ചു. എന്നാൽ ഇത്രയും ആയപ്പോഴേക്കും ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന കുരുവംശം അല്ലെങ്കിൽ കുരുവംശ രാജാക്കന്മാർ മറ്റൊരു ക്രൂരത കൂടി ശകുനിക്ക് വേണ്ടി മാറ്റിവെച്ചു. കാരാഗൃഹത്തിൽ ശകുനി മാത്രം അതിജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം കുരുവംശ രാജാക്കന്മാരെ ഒന്നടങ്കം അസ്വസ്ഥരാക്കി. അവർ മറ്റൊരു ക്രൂരത കൂടി ശകുനിയോട് കാണിച്ചു. സാധാരണഗതിയിൽ കൊടുക്കാറുള്ള ഒരു പൊതി ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണം പോലും അവർ നിർത്തലാക്കി. വിശപ്പ് സഹിക്കവയ്യാതെ ശകുനിക്ക് തൻ്റെ സഹോദരങ്ങളുടെയും സ്വന്തം അച്ഛൻ്റെയും മൃതദേഹം തന്നെ ഭക്ഷിക്കേണ്ടി വന്നു. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ഏതൊരു മനുഷ്യനും ഒരിക്കലും കടന്നു പോകാൻ പാടില്ലാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് ശകുനി കടന്നുപോയത്. അയാൾ അനുഭവിച്ച വേദനയുടെ ആഴം നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അയാളപ്പോൾ അനുഭവിച്ചിട്ടുള്ള മാനസികാവസ്ഥ നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമുള്ളതാണ്. അപ്പോഴും അയാൾ തളർന്നില്ല. ജീവനോടെ പുറത്തു കടക്കണം. തൻ്റെ അച്ഛനും തൻ്റെ വംശത്തിനും ഈ ഗതി വരുത്തിയവരെ തീർക്കണം.
സ്വന്തം അച്ഛൻ്റെ തുടയിലുകൾ കൊണ്ട് അയാൾ അവിടെ ഇരുന്ന് 2 പകിടകൾ ഉണ്ടാക്കി. ആ പകിടകൾ സദാ ശകുനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്നവയായിരുന്നു. പിന്നീട് ആ പകിട കൊണ്ടാണ് ശകുനി കുരുവംശത്തിൻ്റെ തന്നെ ആണിക്കല്ല് ഇളക്കിയെടുത്തത്. ഏറെ വൈകിയാണ് ഗാന്ധാരി വിവരങ്ങളെല്ലാം അറിയുന്നത്. വിവരങ്ങളെല്ലാം അറിഞ്ഞ ഉടൻ തന്നെ സ്വന്തം സഹോദരനായ ശകുനിയെ വിട്ടയക്കണമെന്ന് സ്വന്തം ഭർത്താവായ ധൃതരാഷ്ട്രന് മുമ്പിൽ കേണപേക്ഷിച്ചു. ഗാന്ധാരിയുടെ വാക്കുകൾക്ക് മുമ്പിൽ ധൃതരാഷ്ട്രന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അവർ ശകുനിയെ മോചിപ്പിച്ചു. ശകുനിയാകട്ടെ ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമെന്നോണം ഗാന്ധാര രാജനായി ശകുനിയെ നിയമിച്ചു. ശകുനിയെ ഹസ്തിനപുരത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ തങ്ങളോടൊപ്പം കൊട്ടാരത്തിൽ കഴിയുവാൻ ഗാന്ധാരി അപേക്ഷിച്ചു. തക്കം പാർത്തിരുന്ന ശകുനി കൃത്യമായി തനിക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചു. അയാൾ ഹസ്തിനപുരത്തിലേക്ക് വിട്ടു. എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശകുനിക്ക് ഏറ്റവും വാത്സല്യം തൻ്റെ അനന്തരവനായിട്ടുള്ള ദുര്യോധനനോടായിരുന്നു എന്നതാണ്. അതായത് ദുര്യോധനനെ രാജാവാക്കാൻ വേണ്ടിയാണ് ശകുനി ഈ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ശകുനിക്ക് ദുര്യോധനനടക്കമുള്ള എല്ലാവരും മരിച്ചു കാണണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. കുരുവംശത്തിന് ഒരു അനന്തരാവകാശിയില്ലാതെ എല്ലാം മുച്ചൂട് മുടിപ്പിക്കാനായിട്ടാണ് ശകുനി തുനിഞ്ഞിറങ്ങിയത്. കാരണം അയാൾക്കതിന് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. മികച്ചൊരു യോദ്ധാവായിരുന്നു ശകുനി. തൻ്റെ പകയുടെയും പ്രതികാരത്തിൻ്റെയും മൂർച്ച ഒട്ടും കുറയാതിരിക്കാൻ ശകുനി ഒരു കാര്യം കൂടി ചെയ്തു. തൻ്റെ കയ്യിൽ എപ്പോഴും താൻ കൊണ്ടു നടക്കുന്ന കത്തിയെടുത്ത് തൻ്റെ തുടയിൽ കുത്തിയിറക്കി. അതുമൂലം തൻ്റെ കാലിന് വൈകല്യം സംഭവിച്ചു. ആ വൈകല്യത്തിന് മറ്റൊരു സവിശേഷത കൂടി ഉണ്ടായിരുന്നു. ഓരോ ചുവട് എടുത്തു വയ്ക്കുമ്പോഴും ആ കാലിന് കത്തി കുത്തിയിറക്കുമ്പോഴെന്ന പോലെ വേദന അനുഭവപ്പെടുമായിരുന്നത്രേ. താൻ ഓരോ ചുവടുകൾ എടുത്തു വയ്ക്കുമ്പോഴും തനിക്കും തൻ്റെ വംശത്തിനും തൻ്റെ പിതാവിനും തൻ്റെ സഹോദരന്മാർക്കും അനുഭവിച്ച കഷ്ടതകളെ ഓർമ്മപ്പെടുത്തുന്നതിനും തൻ്റെ പ്രതികാരം ഒരിക്കലും താൻ മറന്നു പോകാതിരിക്കാനും വേണ്ടിയാണ് ശകുനി അന്നങ്ങനെ ചെയ്തത്. ശകുനിയുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ച ഒരേ ഒരു കഥാപാത്രമേ മഹാഭാരതത്തിലുണ്ടായിരുന്നുള്ളൂ. അതൊരിക്കലും ശ്രീകൃഷ്ണനായിരുന്നില്ല, മറിച്ച് സൂര്യപുത്രനായ കർണനായിരുന്നു. അതെങ്ങനെയെന്ന് നോക്കാം. അതായത് ശകുനിയുടെ ലക്ഷ്യം സമസ്ത കുരുവംശത്തെയും മുച്ചൂടും മുടിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ കർണനെ പോലൊരു പോരാളി ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസരത്തിലാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. കർണൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദുര്യോധനൻ്റെ മരണം ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. കർണനെ നേരിടാൻ പാണ്ഡുവംശത്തിലെ അർജുനന് പോലും സാധിക്കുമോ എന്നതിൽ ശകുനിക്കും സംശയമുണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ കർണൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ദുര്യോധനൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദുര്യോധനൻ ജീവനോടെ തന്നെ കാലം കഴിച്ചു കൂട്ടും. അതുകൊണ്ട് തന്നെ ശകുനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ദുര്യോധന പക്ഷത്തുള്ള ഒരേ ഒരാൾ കർണനായിരുന്നു എന്ന് മഹാഭാരതത്തിൽ പല സ്ഥലങ്ങളിലും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ആ വെറുപ്പിൻ്റെ കാരണവും ഇതുതന്നെയാണ്. കേവലം തൻ്റെ പിതാവിൻ്റെ തുടയലുകൾ കൊണ്ട് മാത്രമായിരുന്നില്ല ആ പകിടകൾ അയാൾ ഉണ്ടാക്കിയെടുത്തത്. തൻ്റെ കഷ്ടതകളിൽ നിന്നും തൻ്റെ പ്രതികാരത്തിൽ നിന്നു കൂടിയായിരുന്നു. പ്രതികാരത്തിൻ്റെ ഉമിത്തീയിലിട്ട് അയാൾ ആ പകിടകളെ വീണ്ടും 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 മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവസരമെത്തിയപ്പോൾ അയാളത് പ്രയോഗിച്ചു. ആ പ്രയോഗത്തിൽ കുരുവംശത്തിൻ്റെ തന്നെ അടിത്തറ ഇളകിപ്പോയി. യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ സഹദേവൻ്റെ കൈകളാൽ ശകുനി വധിക്കപ്പെട്ടു. എന്നാൽ മരിച്ചു വീണ ശകുനിയുടെ മുഖത്ത്, ആ മൃതദേഹത്തിലും ഒരു പുഞ്ചിരി മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മഹാഭാരതത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാം നേടിയവൻ്റെ പുഞ്ചിരി, തൻ്റെ പ്രതികാരം പൂർത്തിയാക്കിയവൻ്റെ പുഞ്ചിരി. ശകുനിയെ ഇന്ന് നമ്മൾ പരിഹസിക്കുമ്പോഴും അയാളെ ചതിയനെന്ന് മുദ്ര കുത്തുമ്പോഴും അയാളുടെ ആത്മാവ് നമ്മളോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ടായിരിക്കണം, ഇത്രയെങ്കിലും ഞാൻ അവരോട് ചെയ്യേണ്ടിയിരുന്നില്ലേ എന്ന്. ദേഹമാസകലം ശരങ്ങൾ തറഞ്ഞു കയറി ചുട്ടുനീറ്റുന്ന പ്രാണവേദനയിൽ കിടക്കുന്ന ഭീഷ്മരെ കണ്ടപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും ശകുനി ആനന്ദിച്ചിരിക്കണം. ആ ശരശയ്യയിൽ കിടന്ന് ഭീഷ്മരും ചെയ്ത പാപങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കിയിരിക്കണം. അറിയാതെയെങ്കിലും ആ വൃദ്ധഹൃദയം പറഞ്ഞിട്ടുണ്ടാകണം, ശകുനി മാപ്പ്. മഹാഭാരത കഥയും അതിലെ യുദ്ധവും മുഴുവൻ ശകുനിയുടെ തന്ത്രങ്ങളായിരുന്നു. ആ തന്ത്രത്തിൻ്റെ മാഹാത്മ്യം അറിയണമെങ്കിൽ ഇത്രമാത്രം ആലോചിക്കുക. ഭഗവാൻ എന്ന് വിളിക്കപ്പെടുന്ന ശ്രീകൃഷ്ണൻ പോലും ഒരുപാട് തവണ ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷേ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ശകുനിയുടെ തന്ത്രങ്ങളിൽ പെട്ടുപോയി എന്നതാണ് വാസ്തവം. തൻ്റെ കുടുംബത്തോട് ഇത്രയും വലിയ അനീതി കാണിക്കപ്പെട്ടാൽ നമ്മളാണെങ്കിലും പ്രതികരിച്ചു പോകില്ലേ? അതേ ശകുനിയും ചെയ്തുള്ളൂ. കഥ മുഴുവൻ അറിഞ്ഞു കഴിയുമ്പോൾ 5-ാം പാതിരയിലെ വില്ലനായ ബെഞ്ചമിൻ ലൂയിസിനോട് നമുക്കൊരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ശകുനിയുടെ കാര്യവും. പക്ഷേ ഈ കഥ ആരും പറയാറില്ല എന്നു മാത്രം.
വ്യാസൻ പോലും എന്തിനായിരിക്കാം ഇത് മറച്ചുവെച്ചത്? മിന്നൽ മുരളി എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് നായകനേക്കാൾ കയ്യടി വാങ്ങുന്ന വില്ലനെ. ആ വില്ലനോട് നമുക്ക് സഹതാപം തോന്നിയിട്ടുണ്ട്. ഇതേ സംഭവം മഹാഭാരതത്തിലും ആവർത്തിക്കരുത് എന്നതുകൊണ്ടായിരിക്കണം ശകുനിയുടെ ഇത്തരത്തിലുള്ള കഥകൾ അദ്ദേഹം ഉൾപ്പെടുത്താതിരുന്നത്. പിന്നെ ആ കാലത്ത് കലാകാരന്മാർക്കും എഴുത്തുകാർക്കുമൊക്കെ ഭരണവർഗത്തോട് എപ്പോഴും കൂറും വിശ്വാസ്യതയും പുലർത്തേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ അറിയിക്കുക. നന്ദി. മറ്റൊരു വീഡിയോയുമായി ഉടൻ